ഡെഡ് സെറ്റ് വരുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഡി സിയിൽ ചെക്ക് ചെയ്യണം അല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം ഡി സിയിൽ ചെക്ക് ചെയ്ത് കണക്ട് ചെയ്ത് അവിടെ ഇനി ഓൺ ചെയ്യുന്നു. എന്താ കണ്ടീഷന്? പ്രസ് ചെയ്യണ്ട പവർ. എന്താ കണ്ടീഷന്? ഈ കണ്ടീഷൻ എന്താ? ലീക്കേജ്. സാറ് എന്താ കണ്ടീഷൻ? ഷോർട്ടും ഇല്ല, ലീക്കേജും ഇല്ല, ഒന്നുമില്ല, നോർമൽ അല്ല. വോൾട്ടേജ് അതേപോലെ ഉണ്ട്, ആംബിയർ കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല, അതേപോലെ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ പറയുന്നത്? VDD മെയിന് V ബാറ്ററി ലൈൻ ഓക്കെയാണ്, ഷോർട്ടും ഇല്ല ലീക്കേജും ഇല്ല. ഇനി നമുക്ക് എന്താ അടുത്തറിയണോ എന്ത് ചെയ്യണോ? പവർ ബട്ടൺ പ്രസ് ചെയ്യണം. എന്താ കണ്ടീഷൻ അറിയണമെന്നുണ്ടെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത ജമ്പിങ് എവിടുന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നും കൂടി അഗൈൻ പ്രസ് ചെയ്യുമ്പോൾ എവിടുന്ന ജമ്പ് ചെയ്ത് നോക്കാം. എവിടുന്ന ജമ്പ് ചെയ്തേ? 700 കയറി 2000 പോയി. ഇതെന്താ കണ്ടീഷന്? എന്താ കണ്ടീഷൻ? സെക്കൻഡറി ലൈനിൽ ഷോർട്ട്. ജമ്പ് ചെയ്തത് 2000 എത്തി. 700 കയറിയിട്ട് നേരെ കയറിപ്പോയത് 2000 മില്ലി ആംബിയർ. 2000 മില്ലി ആംബിയർ എന്ന് പറയുമ്പോൾ 2 ആംബിയർ എന്ന് പറയും. ഇവിടെയാണ് ഷോർട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ആദ്യം സ്കീമാറ്റിക് ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തത്. ഇത് നേരെ എവിടെയാണ് പോകുന്നത് നോക്കിയാൽ? ചാർജിങ് സെക്ഷൻ നേരെ പോകുന്ന എവിടെയാ? എവിടെയാ പോണ? എവിടെ വന്നു? ഈ കണക്ട് ചെയ്ത സാധനം എവിടെയാ നേരെ പോകുന്നത്? നേരെ പോകുന്ന എവിടെയാ നോക്കിയേ? ഈ ഒരു IC പോകുന്നുണ്ട്. ഇതിവിടെ ഒരു റെസിസ്റ്റർ വേണ്ട. ഇപ്പോഴത്തെ സൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറിയത്? എന്തായിട്ട് മാറി? VDD മെയിനായിട്ട് മാറി. ഈ പോകുന്ന പാത്തിലൊന്നും ഷോർട്ടില്ല, കാരണം ആ പാത്ത് ഓക്കെയാണ്. അതാണ് നമുക്ക് ആദ്യം കണക്ട് ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് കാണിച്ചു. ലീക്കേജും ഇല്ല, ഷോർട്ടും ഇല്ല. അപ്പോൾ ഇത്ര സെക്ഷൻ ഓക്കെയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് സെക്കൻഡറി ലൈനിലുള്ള ഷോർട്ടാണ്. വെച്ചാൽ പവർ ICൻ്റെ ഔട്ട്പുട്ടാണ് ഷോർട്ട്. ഔട്ട്പുട്ട് ഷോർട്ട് ആയിരുന്നു നമ്മൾ നോക്കേണ്ടത് പവർ IC ആണ് നോക്കേണ്ടത്. ഇതാണ് പവർ IC. പവർ ICയിൽ പോയിട്ട് എന്താ അറിഞ്ഞാൽ സ്കീമാറ്റിക് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് പവർ IC ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഈ ഔട്ട് പോകുന്ന ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഔട്ട്പുട്ടിന് എഴുതിയിട്ട് കണ്ട. ഈ ഔട്ട്പുട്ട് പോകുന്ന ലൈനിലാണ് ഷോർട്ട് ഉള്ളത്. ഏതായിരിക്കും? ഇവിടെ ഉണ്ട്, ഉണ്ട്, ഇതെല്ലാം ഔട്ട്പുട്ടാണ്. ഇതിൽ ഏടെ വേണമെങ്കിൽ ഷോർട്ട് വരാം. ഒന്നും കൂടി കാണിച്ചു തരാം. സൂം ചെയ്തിട്ട് പവർ ICൻ്റെ നമ്പറാണിത്. പവർ ICൻ്റെ ഇൻപുട്ട് അറിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല, രണ്ട് സൈഡും കൊടുത്തിട്ടുള്ളത് ഔട്ട്പുട്ടാണ്. കണ്ടില്ലേ? ഈ ഔട്ട്പുട്ടിന് എന്താ നമ്മൾ പറയുന്നത്? എന്താ പറയുന്നത്? കോയിൽ വഴി ഇറങ്ങുന്ന ഔട്ട്പുട്ടാണ് ഇതെല്ലാം. എല്ലാ ഔട്ടിനും കോയിലുണ്ട്. അത് മാത്രമല്ല, ഇവിടെ എല്ലാത്തും എന്താ എഴുതിയിട്ടുണ്ട്? LX എഴുതിയിട്ടുണ്ട്. LX എന്ന് പറഞ്ഞാൽ എന്താ? സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ ആ സ്വിച്ചിങ്ങുള്ള എല്ലാ ലൈൻ്റെ അകത്ത് എന്തുണ്ടാവും? ഒരു കോയിലുണ്ടാവും. കോയിൽ വഴി ഇറങ്ങുന്ന ഔട്ടാണ് ഈ കാണുന്നത്. എത്ര വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടോക്കിയ? PP, CPU, P കോർ. വോൾട്ടേജ് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ആംബിയർ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? എത്ര ആംബിയറാണ് ഇതിൽ വരുന്നത് നോക്കിയ? ബക്കില് 10 ആംബിയർ ആണ് അതിൽ പോകുന്നത്. വോൾട്ടേജ് കൊടുത്തിട്ടില്ല. ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്
0.6 to 1.2 ഇതിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് ആണ് ഇവിടെ വരുന്നത്, ഈ ലൈനിൽ വരുന്നത്. പക്ഷെ എല്ലായിടത്തും ആംബിയർ കൊടുത്തിട്ടുണ്ടാവും. ഈ ആംബിയറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എല്ലായിടത്തും നോക്കിയാൽ 7 ആംബിയർ വരുന്നുണ്ട്, 2 ആംബിയർ വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് പോയി കഴിഞ്ഞാൽ 2.2 ആംബിയർ വരുന്നുണ്ട്, 2 ആംബിയർ വരുന്നുണ്ട്, 2.3 ആംബിയർ വരുന്നുണ്ട്, 2.2 വരുന്നുണ്ട്, 2.5 വരുന്നുണ്ട്, 0.6 ആംബിയർ വരുന്നുണ്ട്. ഇതെല്ലാം ആംബിയറാണ്. പക്ഷെ ഇവിടെ എന്ത് കൊടുത്തിട്ടില്ല, വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടാക്കിയത് ഏതാ? എത്ര വോൾട്ടേജാ ഈ ട്രാക്കിൽ വരുന്ന നോക്കിയാ? എത്ര വോൾട്ടേജാ? വോൾട്ടേജ് 1.1 അല്ലെങ്കിൽ PP 1.6 പറയുമ്പോൾ 0. ഞാൻ പറഞ്ഞല്ലോ 0.6ൻ്റെയും 1.2ൻ്റെ ഇടയിലുള്ള വോൾട്ടേജാണ് എപ്പം ബക്കിൽ വരുന്നത്. ബക്ക് എന്ന് പറയുമ്പോൾ എപ്പോൾ ആംബിയർ കൂടുതലായിരിക്കും, വോൾട്ടേജ് കുറവായിരിക്കും. ഇവിടെ നോക്കിയാൽ ആംബിയർ എന്താണ് വരുന്നത്? 2.2 ആംബിയർ വരുന്നുണ്ട്. പക്ഷെ വോൾട്ടേജ് എത്ര വരുന്നുള്ളത്? 1 സംതിങ് വോൾട്ടേജാണ് വരുന്നത്. അതിൻ്റെ താഴെ എത്രയാണ് വരുന്നത്? 0.6 ആണ് വരുന്നത്. ഇവിടെ എത്രയാണ് വരുന്നത്? 1.2 ആണ് വരുന്നത്. ഇവിടെ എത്രയാണ് വരുന്നുള്ളത്? 0.7 ആണ് വരുന്നത്. ഇവിടെ എത്രയാണ് വരുന്നുള്ളത്? 0.6 ആണ് വരുന്നുള്ളത്. ഇവിടെ എത്രയാണ് വരുന്നുള്ളത്? 1.1 ആണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ബക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും. പക്ഷെ അവിടെ ഇപ്പോൾ എന്താ ഹൈ ആംബിയർ ആയിരിക്കും വരുന്നത്. കാരണം എന്താ ആംബിയർ കൂടാനുള്ള കാരണം എന്താ? ആംബിയർ കൂടാനുള്ള കാരണം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എന്താ ഫസ്റ്റ് തന്നെ നോക്കിയോ, ഇവിടെ 1, 2, 3, 4, 5 കോയിൽ ഒന്നിച്ചിട്ട് സ്വിച്ച് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആംബിയറാണ്. നമ്മൾ ബാറ്ററിൻ്റെ കേസ് പഠിച്ച ഓർമ്മയുണ്ട്. ബാറ്ററിൻ്റെ ഒക്കെ നമുക്ക് വോൾട്ടേജ് കൂട്ടാനും പറ്റും, ആംബിയർ കൂട്ടാനും പറ്റും. ആംബിയർ എങ്ങനെയാണ് നമ്മൾ കൂട്ടല്? എങ്ങനെയാ കൂട്ടല്? നമ്മളൊരു ബാറ്ററി, 2 ബാറ്ററി ഉണ്ട് വിചാരിക്കുക. ഇതുപോലത്തെ 2 ബാറ്ററി ഉണ്ട്. 2 ബാറ്ററിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നുള്ളത് 1.5 വോൾട്ടേജാണ്. രണ്ടിലും 1.5 വോൾട്ടേജാണ്. ആംബിയർ എന്ന് പറയുന്നുള്ളത് 0.5 അല്ലെങ്കിൽ 500 മില്ലി ആംബിയർ ആണ് രണ്ടിലും ആംബിയർ വരുന്നത്. 500 മില്ലി ആംബിയർ. രണ്ട് ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി നമുക്ക് വേണമെങ്കിൽ എന്താ വോൾട്ടേജ് കൂട്ടാൻ വേണമെങ്കിൽ വോൾട്ടേജ് കൂട്ടാനുള്ള ഓപ്ഷനിലോട്ട് മാറ്റാം, ആംബിയർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ആംബിയർ കൂട്ടാനുള്ള ഓപ്ഷൻ ആക്കാം. അപ്പോൾ രണ്ടും ഒന്നിച്ച് കൂടത്തില്ല. ഒന്നല്ലെങ്കിൽ വോൾട്ടേജ് കൂട്ടുക, ആംബിയർ അതേപോലെ നിർത്താം, അല്ലെങ്കിൽ ആംബിയർ കൂട്ടുക, വോൾട്ടേജിന് അതേപോലെ എന്ത് ചെയ്യുക, നിലനിർത്താം. ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബാറ്ററി ഇതാ, ഇവിടെ ഒരു ബാറ്ററി വെച്ച് ഇവിടെ പോസിറ്റീവ്, ഈ സൈഡ് നെഗറ്റീവ്, ഈ സൈഡ് പോസിറ്റീവ്. വീണ്ടും ഇവിടെ ഒരു ബാറ്ററിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സീരിയസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ, ഈ സീരിയസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ കൂടുന്നറിയോ? എന്താ കൂടുന്നത്? 1.5 ഉള്ള വോൾട്ടേജ് എന്തായിട്ട് മാറും അറിയോ? 3 വോൾട്ടേജ് ആയിട്ട് മാറും. പക്ഷെ ആംബിയർ എന്ത് ചെയ്യത്തില്ല, 500 മില്ലി ആംബിയർ ഉള്ളതിന് എത്ര വരും? 500 മില്ലി ആംബിയറേ വരത്തുള്ളൂ. ഇനി നമുക്ക് ആംബിയർ കൂട്ടണം, വോൾട്ടേജ് കൂട്ടണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്താൽ മതി? ഇടവും കണക്ട് ചെയ്യുക, ഇടവും കണക്ട് ചെയ്യുക. ഇതിൻ്റെ നെഗറ്റീവും കൊടുക്കുക, ഇതിൻ്റെ പോസിറ്റീവും കൊടുക്കുക. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കൂടത്തില്ല, ഇതിൻ്റെ രണ്ടിന് നമുക്ക് ഔട്ട് കിട്ടുന്ന എത്ര? 1.5 വോൾട്ടേജേ കിട്ടത്തുള്ളൂ. പക്ഷെ ആംബിയർ എത്ര കിട്ടും? രണ്ടിൻ്റെ ആംബിയർ എത്ര? 500 പറയുമ്പോൾ 1000 മില്ലി ആംബിയർ, 1 ആംബിയർ കിട്ടും നമുക്കിവിടെ, 1 ആംബിയർ കിട്ടും. ഇതുപോലെയല്ലേ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്? നോക്കിയേ, ആദ്യം പറഞ്ഞ മെത്തേഡാണോ രണ്ടാമത് പറഞ്ഞ മെത്തേഡാണോ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്? രണ്ടാമത് പറഞ്ഞ മെത്തേഡ്. അപ്പോൾ ഇവിടെ എന്താ കൂട്ടിയത്? ആംബിയറാണ് കൂട്ടിയത്. മനസ്സിലായാ? അപ്പം എല്ലാവരും സ്വിച്ച് ഒന്നിച്ച് ചെയ്താൽ മാത്രമേ ഇവിടെ തരത്തുള്ളൂ ആംബിയർ. ഇവിടെ എഴുതിയിട്ടുള്ളത് മാക്സിമം. എല്ലാവരും ഒന്നിച്ചിട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടത്തുള്ളൂ? 10 ആംബിയർ കിട്ടത്തുള്ളൂ. അല്ല ഒരാൾ സ്വിച്ച് ചെയ്താൽ 10 ആംബിയർ കിട്ടത്തില്ല. എല്ലാവരെയും എടുത്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്ലസ് ആക്കിയിട്ടാണ് നമുക്കിവിടെ 10 ആംബിയർ കിട്ടുന്നത്. അപ്പം അത്രത്തോളം പവറാണ് അവിടെ വരുന്നത്. അപ്പം ഈ ഒരു ലൈനിലാവാം ഷോർട്ട്. മനസ്സിലായാ? അപ്പം ഇതിലേതെങ്കിലും ഒരു വോൾട്ടേജ് ഷോർട്ട് ആവാം. അത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഉണ്ട്, പറഞ്ഞുതരാം. നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെ നോക്കിയാൽ മനസ്സിലായി, ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിനുള്ള ഈ കോയിൽ വരുന്ന എല്ലാ വോൾട്ടേജിനും നമ്മൾ പറയുന്ന പേരെന്താ അറിയോ? ബക്ക് വോൾട്ടേജ് എന്ന് പറയും. ഈ ബക്ക് വോൾട്ടേജിൻ്റെ പ്രത്യേകത എപ്പോൾ വോൾട്ടേജ് കുറവായിരിക്കും, ആംബിയർ
കൂടുതലായിരിക്കും. അവിടെ ഇപ്പം എന്തുണ്ടാവും? കോയിലുണ്ടാവും. ഇപ്പോഴത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇൻപുട്ട് വോൾട്ടേജ് എന്താണ് ഇവിടെ വരുന്നത്. എന്താ ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത്? ഇവിടെ എഴുതിയിട്ട് കാണുന്നില്ല. എന്താ എഴുതിയിട്ടുള്ള? VDD മെയിൻ. ഈ VDD മെയിൻ എവിടുന്നാ വരുന്നത്? നമ്മുടെ നേരത്തെ കണ്ട ബാറ്ററീന് കൺവേർട്ട് ആയിട്ട്. ഏത് കൺവേർട്ടാന്ന് വരുന്ന? നേരത്തെ കണ്ട ആ റെസിസ്റ്റർ ഇല്ലേ, ആ റെസിസ്റ്റർ എന്നാണ് ഇത് എന്ത് ചെയ്യുന്നുള്ളത്? കൺവേർട്ട് ആണെന്നുള്ളത്. ആ റെസിസ്റ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാ, നേരത്തെ നമ്മൾ ബാറ്ററി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ റെസിസ്റ്റർ ഉണ്ട്. ഇതാ, ഈ റെസിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാം. ഇതാ, ഈ റെസിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് കോഡ് സെൻസ് റെസിസ്റ്റർ. കോഡ് സെൻസ് റെസിസ്റ്റർ. ഇത് നമ്മൾ ഓൾറെഡി നമ്മളൊരു കംപ്ലൈൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? എന്താ നമ്മൾ പഠിച്ചത്? ഇതാ, എന്താ സാധനം? സെൻസിങ്. ഇത് ഏത് കംപ്ലൈൻറ്റ് നമ്മൾ പഠിച്ചത്? റെഡ്മി ഒരു സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചില്ല. കോഡ് സെൻസ് റെസിസ്റ്റർ എന്നാണ് ഇത് എന്ത് ചെയ്യുന്നുള്ളത് കൺവേർട്ട്. സെയിം. ഇതിൻ്റെ അകത്തുനിന്ന് 4 ഔട്ട് പുറത്ത് പോകുന്നുണ്ട്. ഇത് സെൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ള റെസിസ്റ്ററാണ്. എന്തൊക്കെ സെൻസ് ചെയ്യുന്നതിനുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അനലോഗ്, PMU, ഹൈ ബാറ്റ്. ഹൈ ബാറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ എന്ന് പറഞ്ഞാൽ എന്ത്? ആംബിയർ അല്ല, ആംബിയർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. VCC സെൻസ്, RN, RP. ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. നേരെ താഴെ പോയി കഴിഞ്ഞാൽ കാണാം ഐ സെൻസ്. എവിടുന്നാ സെൻസ് ചെയ്യുന്ന? ഒന്ന് ബാറ്ററീൻ്റെ സെൻസ് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് എവിടുന്നാ സെൻസ് ചെയ്യുന്നുള്ളത്? VDD മെയിനിന് ഒരു ഐ സെൻസും കൂടി ചെയ്യുന്നു. ഒരു പോസിറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട്. ഈ റെസിസ്റ്റർ എന്നാണ് എന്ത് ഇതാണെന്നുള്ളത്? വി ബാറ്റ് കൺവേർട്ട് ആയിട്ട് പോകുന്നുണ്ട്. അതാ, ഈ സൈഡ് വി ബാറ്റർ ഉണ്ടാവും, ഇപ്പുറത്തെ സൈഡ് എന്തുണ്ടാവും? VDD മെയിനിന് ഉണ്ടാവും. ഇതാ, റെസിസ്റ്റർ കണ്ടല്ലോ, ഇതാണ് റെസിസ്റ്റർ. ഈ റെസിസ്റ്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ സെറ്റ് ഓൺ ആവില്ല. കാരണം വി ബാറ്റ് നിന്ന് VDയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ള റെസിസ്റ്റർ ആണ് ഈ കൊടുത്തിട്ടുള്ള റെസിസ്റ്റർ, കോഡ് സെൻസ് റെസിസ്റ്റർ എന്ന് പറയും. അപ്പോൾ പവർ ഐസിൻ്റെ ഉള്ളിലോട്ട് എത്ര വോൾട്ടേജ് പോകുന്നു, എത്ര കണക്ഷൻ പോകുന്നുണ്ടോ നോക്കിയാ എത്ര പോയിന്റ് പോകുന്നുണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 16 18 20 22 24 24 24 26 26 5 എത്ര? 31 കണക്ഷൻ പോകുന്നു. ഈ 31 കണക്ഷൻ പോകുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതിന് 31 ഔട്ട്പുട്ട് കൊടുക്കാനുണ്ട്. ഈ ഔട്ട്പുട്ടാണ് നമ്മൾ ഇപ്പുറത്തെ കണ്ടത്. ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ ഇപ്പുറത്തെ കണ്ടത്. ഇൻപുട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഇൻപുട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എവിടെയാണ് ഉള്ളത്? ഇപ്പുറത്തെയാണ് ഔട്ട്പുട്ട് ഉള്ളത്. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡ് ബക്ക് ഇൻപുട്ട്, ബോട്ടം ബക്ക് ഇൻപുട്ട്, എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും കാണുന്ന സാധനം ഇതാണ് നമ്മളെ എന്ത്? LDO സെക്ഷൻ. ഒരു പവർ IC എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്? ഒന്ന് ബക്ക് വോൾട്ടേജും മറ്റൊന്ന് LDO വോൾട്ടേജും. അപ്പോൾ ബക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് എല്ലായിടത്തും എന്തുണ്ടാവും? കോയിൽ ഉണ്ടാവും. LDO എന്ന് പറയുന്നിടത്ത് കോയിൽ ഉണ്ടാവില്ല. അതാ, ഇതിലേത് ഒരു വോൾട്ടേജ് ആയിരിക്കാം ഷോർട്ട് ആയത്. ഇത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളെ പണി എന്ത്? പെട്ടെന്ന് തീർക്കണം. അല്ലാണ്ട് ഇപ്പോൾ നേരത്തെ കൊണ്ട് എത്ര ഔട്ട്, ശരിക്കും എത്ര ഔട്ട് ഉണ്ട് എണ്ണി നോക്കിയാ, മൊത്തത്തിൽ എത്ര ഔട്ട് കാണിക്കുന്നുണ്ട് നോക്കിയാ. ഇതാണ് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 3300. അതും പവർ IC തന്നെയാണ്. ഇവിടെ നോക്കിയാൽ വോൾട്ടേജ് എത്ര ഔട്ട് ഉണ്ട് മൊത്തത്തിൽ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 16 16 ഇവിടെ എത്ര എണ്ണം ഉണ്ടോ നോക്കിയാൽ? 16 ബക്ക് വോൾട്ടേജ് ഉണ്ട് കേട്ടോ. 16 ബക്ക് വോൾട്ടേജ് ഉണ്ട്. ഇതെണ്ണി നോക്കിയാൽ LDO എത്ര ഉണ്ട് നോക്കിയാൽ?
1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 23 24 25 26 27 28 29 30 30 31 34 ഇത് ഇൻപുട്ടാണ് അല്ലേ. അപ്പോൾ എത്ര പറഞ്ഞേടാ? ഈ സൈഡ് എത്ര നമ്മൾ പറഞ്ഞേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 എൽ ഡി ഉണ്ട്. 16 ബക്കും 23 എൽ ഡി ഉണ്ട്. എത്ര വോൾട്ടേജ് ആയി? കണക്കറിയില്ലേ? 30 39 40 അതിന് കണക്കൂട്ടാനും പഠിപ്പിക്കണാറാ ഞാൻ. 39 എന്തുണ്ട്? വോൾട്ടേജ് ഉണ്ട്. 39 സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്യണം മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട്. എന്നാലും നമുക്ക് അതിൽ ഏത് ഷോർട്ട് ഉള്ളതിനുള്ളത് മൾട്ടിമീറ്ററിനകത്ത് അറിയാൻ പറ്റും. അത് കുറേ സമയം എടുക്കും അല്ലേ. 39 അടുത്ത് പോയിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കില്ലേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒന്നാമത്തെ വോൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇതാ നേരെ ഔട്ട്പുട്ടിൽ വരാം. എവിടെയാ ചെക്ക് ചെയ്യേണ്ടതിനുള്ളതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിലേതെങ്കിലും ഒരു കപ്പാസിറ്റർ സെലക്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഇപ്പുറത്തെ സൈഡ് ഇത് ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതിനുള്ളത് കിട്ടുക. ഈ കപ്പാസിറ്ററിൽ ചെക്ക് ചെയ്താൽ മതി. എല്ലാം ചെക്ക് ചെയ്യണ്ട. എത്ര കപ്പാസിറ്റർ ഉണ്ട് ആ ബോർഡിൽ നോക്കിയാൽ? എത്ര കപ്പാസിറ്റർ ഉണ്ട്? എത്ര കപ്പാസിറ്റർ ഉണ്ട്? 1 2 3 4 5 6 കുറേ ഉണ്ട്. ഒരു 10 മേലെ ഉണ്ടല്ലോ എന്തായാലും. 10 കപ്പാസിറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു കപ്പാസിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. അവിടെ ഷോർട്ട് ഉണ്ടോ ഇല്ല എന്നുള്ള നോക്കാം. ഇത് എവിടെയാണ് പോകുന്നത്? CP-ലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇതെടുത്ത് ഏതെങ്കിലും ഒരു കപ്പാസിറ്റി ചെക്ക് ചെയ്ത്. അപ്പോൾ ഷോർട്ട് ഉണ്ടോ ഇല്ല. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അടുത്ത വോൾട്ടേജ് വരുന്ന ലൈൻ ഉണ്ടാവും ഇല്ലേ? അടുത്ത വോൾട്ടേജ് വരുന്ന ലൈൻ ഉണ്ടാവും. ജസ്റ്റ് ഇതാ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്ത വോൾട്ടേജ് പോകുന്ന ട്രാക്കിൽ PPGPU ഗ്രാഫിക് വോൾട്ടേജ്. ജസ്റ്റ് എന്താ ചെയ്യുക? ഈ വോൾട്ടേജ് മിസ്സായി കഴിഞ്ഞാൽ ഗ്രാഫിക് ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഈ വോൾട്ടേജ് ഡിസ്പ്ലേ വന്നാൽ മാത്രമേ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് എന്താ ചെയ്യുക? വോൾട്ടേജ് ഷോർട്ട് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിലേതെങ്കിലും ഒരു കപ്പാസിറ്റി ചെക്ക് ചെയ്താൽ ഷോർട്ട് ഉണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്ത ലൈന് വരുന്ന PPSoC S1 കേട്ടോ. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ഡി കപ്പാസിറ്റിക്ക് അങ്ങനെ 39 സെക്ഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണോ? ഷോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അത്ര സമയം എടുക്കില്ലേ? എടുക്കും. അതിന് എളുപ്പമുള്ള പരിപാടി എന്താ? ഒന്ന് തെർമൽ ക്യാമറ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ തെർമൽ ക്യാമറ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. തെർമൽ ക്യാമറ ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുക? റോ സിംപ്ലക്സ് ആഡ് ചെയ്താൽ മതി കേട്ടോ. തെർമൽ ക്യാമറ നിർബന്ധമില്ല. ഷോർട്ടിന് ലീക്കേജിന് തെർമൽ ക്യാമറ വേണം. പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷെ ഷോർട്ടാണ്. ഇത് ഫുൾ ഷോർട്ടല്ല. സെക്കൻഡറി എന്തായാലും 5 ആമ്പിയർ എടുക്കുന്നില്ല. എന്തായാലും ഷോർട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് മതി? റോ സിംപ്ലക്സ് മാത്രം മതി കണ്ടുപിടിക്കാൻ. തെർമലിൻ്റെ ആവശ്യമില്ല കേട്ടോ. തെർമൽ ക്യാമറ ഓപ്പൺ ചെയ്യുക. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. കാരണം ബോർഡ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. ഇതാണ് തെർമൽ ക്യാമറ. തെർമൽ ക്യാമറൻ്റെ അടിയിൽ വെച്ചിട്ട് സെറ്റ് ഓൺ ചെയ്താണ്. തെർമൽ ക്യാമറ ഉപയോഗിക്കുമ്പോൾ സെറ്റിങ്സ് ചെയ്യണം കേട്ടോ. കാരണം എല്ലാ തെർമൽ ക്യാമറ ഇങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒന്ന് മാറ്റം ഉണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്ന തെർമൽ ക്യാമറ ആണെങ്കിൽ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ പ്രസ് ചെയ്യാം.
അതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താ പോയാ കാലുണ്ടയാ ഈ തെർമൽ ക്യാമറയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതെങ്ങനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചർ ഇങ്ങനെ കാണാം, നമുക്ക് ഇതുപോലെ ഉണ്ടാവും. ചിലപ്പോൾ അത് എന്ത് ചെയ്യുക, കുറയ്ക്കുക, ഫുൾ എന്ത് ചെയ്യുക, ബ്ലാങ്ക് ആക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് ആക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഓട്ടോ ആയി. ഇത് മാനുവലാണ്. ഇതൊന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ അത് മാനുവലിലോട്ട് വരും കേട്ടോ. ഈ ഓട്ടോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓട്ടോയിൽ മാനുവൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനുശേഷം നമുക്കിവിടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാം, ലൈറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈറ്റ് ആക്കണം. ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുള്ള 50 ഈ എന്താ പറഞ്ഞാൽ എന്താ ഇത് 10 കൊണ്ടുവന്നു. അപ്പോൾ എന്താ ഇത് ലൈറ്റ് ആയിട്ട് ആയില്ലേ, അത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, ഇവിടുന്ന് വീണ്ടും ജസ്റ്റ് ബാക്കോട്ടേക്ക് ഇത്ര ആക്കി വെക്കാം. അല്ലാണ്ട് ഇത് നമ്മൾ ഫുള്ള് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യില്ല, നമുക്ക് കാണിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് സെറ്റ് ഓൺ ചെയ്യുക, ഓൺ ചെയ്തിട്ട് ചൂസർ പവർ ബട്ടൺ കണ്ടുപിടിക്കണം അല്ല, സ്വന്തം കണ്ടുപിടിക്കണ്ടേ, പറഞ്ഞെടുത്തുകൂടാലോ. ആ ഓക്കെ, ചാർജ് കയറുന്നുണ്ട്. ഈ നമുക്കിപ്പോൾ ഒരു സെറ്റ് കിട്ടി. ആ സെറ്റിൻ്റെ അകത്ത് നമുക്ക് ഓൺ ഓഫ് കീ അറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഓൺ ഓഫ് കീ പെട്ടെന്ന് പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൺ ഓഫ് കീ ആടുള്ളതെന്ന് അറിയില്ല. എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താ, സ്ട്രിപ്പ് ഏത് നോക്കിയാൽ മതി. പവർ ബട്ടൻ്റെ സ്ട്രിപ്പ് അതിൽ കണക്റ്റ് ആകുന്ന പോയിന്റ് ഏത് നോക്കിക്കഴിഞ്ഞാൽ കണക്ടർ ഏതെന്നുള്ളത് പെട്ടെന്ന് കിട്ടും. ആ കണക്ടറിൽ വരുന്ന ആ വോൾട്ടേജും ഗ്രൗണ്ടുമായിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, സെറ്റ് ഓണായി വരും. ഓൺ ഓഫ് കീൻ്റെ സ്ട്രിപ്പ് ബട്ടൺ ഇടയിലേ നോക്കുക, അപ്പോൾ അവിടുന്ന് സ്ട്രിപ്പ് പോകുന്നത് കാണും അല്ലേ, അത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇനി അത് കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റിമാറ്റിക് എടുത്തിട്ടും കണ്ടുപിടിക്കാം. എല്ലാം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പഠിക്കില്ലല്ലോ, കുറച്ചാൽ നിങ്ങൾ സ്വന്തം പഠിക്കണം. ഇതിപ്പോൾ ഞാനിടുന്ന് പറഞ്ഞുതരും. നാളെ പുതിയൊരു മോഡൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തപ്പേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴേ തപ്പിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നാളെ പുതിയ വരുമ്പോൾ സെറ്റ് വരുമ്പോൾ എന്തെങ്കിലും തപ്പേണ്ട ആവശ്യം വരില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ആരും ഹെൽപ്പ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പഠിക്കുവോളം 4 ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും, അത് കഴിഞ്ഞാൽ ആരും എന്തെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. ടെക്നീഷ്യൻ്റെ ഫീൽഡിൽ ആൾക്കാർക്കുള്ളൊരു ഇതാണ് എന്ത്, ഞാനേക്കാളും വലിയ ഒരാളായിട്ട് മാറിപ്പോണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആരും എന്തെങ്കിലും പറഞ്ഞു തരില്ല. ഞാൻ തന്നെയാണ് വലുത്, മറ്റവനക്കൊന്നും അറിയാൻ പാടില്ല. അങ്ങനെയുള്ള കണ്ടീഷൻ, അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ. ഇല്ലാത്ത ആളും ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ കൂടുതലുള്ളത് അങ്ങനെയാണ്. കിട്ടി. ആ ഇതിലേതാ കണക്ടർ എന്ന് കാണിച്ചാൽ ഇതാണ് കണക്ടർ അറിഞ്ഞേ. ഓക്കെ, ഇതാണ് കണക്ടർ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ കാണിച്ചു തരും. ഇതിലേടെങ്കിലും ഓൺ ഓഫ് കീ ഇന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൺ ഓഫ് കീ എന്ന് പറഞ്ഞിട്ട്.
ആ ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാം. ഇതിലൊന്നാമത്തെ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? എന്താ ഒന്നാമത്തെ പിന്നെ ഏതാ? ഏതാ? ഇതല്ലേ? അതും അതിൻ്റെ ഇപ്പുറത്തുള്ള ഗ്രൗണ്ട്. ഇത് ഫുള്ള് ഗ്രൗണ്ടാണ്. ഇങ്ങനെ ഷോർട്ട് ചെയ്താൽ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് എന്താ ഇത് ഇതും ഇതും ആയിട്ടാ? ആ ഓക്കെ, ഒരു മിനിറ്റ്. നമുക്ക് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ ക്യാമറ അടിയിലാണ് വെക്കണ്ടേ കേട്ടോ. തെർമൽ ക്യാമറ ഓൺ ചെയ്ത് ജസ്റ്റ് ആ സ്പോട്ടിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പം തന്നെ ഇതാ വെച്ചോ. ഈറ്റാന്ന പൊസിഷൻ നോക്കിക്കോ. ഞാനിപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഈറ്റാന്ന പോയിന്റ് കിട്ടും. കാണുന്നുണ്ടോ പോയിന്റ്? ഇതാ എവിടെ ഈറ്റാന്നല്ല? ഇതാ ഇവിടെ അല്ല, നേരെ തിരിച്ചു വെച്ച ചിലപ്പോൾ ബോർഡിൻ്റെ അപ്പുറത്തെ സൈഡായിരിക്കും. എടാ ഞാൻ ജസ്റ്റ് ആ DC ഒന്ന് ഓഫ് ചെയ്ത ഈ ഒരു പോയിന്റിലാണ് ഈറ്റായ. ആ പോയിന്റ് ഏതെന്നുള്ളത് നോക്കാം. അങ്ങനെ പിടിച്ചോ. എടായിട്ടായ ബാക്ക് സൈഡ് ഈ ഒരു പാത്തിൽ. ആ ഒരു പാത്ത് വരുന്ന ഇടയിലുള്ള നമുക്ക് ഇതിലങ്ങ് നോക്കാം. ഈറ്റായ പൊസിഷൻ ഈ സൈഡാണ് ഈറ്റായ അല്ല, ഇങ്ങനെയല്ല ബോർഡുള്ള. ഇതിൽ ഈ ഒരു പാത്തിലാണ് ഈറ്റായ. ഈ സാധനം എന്താ? എന്ത് സാധനം? ഇതാ എന്താ സാധനം? എന്താ സാധനം? നെറ്റ്വർക്ക്, വൈഫൈ. അടുത്ത ആളെ ബ്ലൂടൂത്ത്. സൂം ചെയ്യണോ? സൂം ഔട്ട് ചെയ്തതാണ്. ഇതിൽ നാൻ്റെ ഇടയുള്ളതിനെ ഒന്ന് കണ്ടുപിടിച്ചാൽ ആദ്യം. നാൻ്റെ ഇടയാണല്ലോ ഇതാ. ഇത് പവർ IC ആണ്. ഇത് CPU ആണ്. ഇതാണോ? സൂം ചെയ്യണം. ആ സൂം ചെയ്യണം. ഇത് BB ആണ്. BB എന്ന് പറയുമ്പോൾ ബേസ് ബാൻഡ്. നാൻഡിൻ്റെ സെക്ഷനിലാണ് ചൂടായ. ഇവിടെയാണ് ഷോർട്ട്. ചൂടായ പാത്ത് ഇവിടെയാണ്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് നമുക്ക് അറിയാൻ പറ്റും. 2.625 വോൾട്ടേജ് ആണ് നാൻഡിലോട്ട് വരുന്നത്. എവിടുന്നാണ് വരുന്നത്? ആരാ കൊണ്ടു തരുന്നത്? പവർ ICൻ്റെ അകത്തു നിന്നാണ് നാൻഡിലോട്ട് പോകുന്നതാ. ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഉറപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടാ. അവിടെ ആ പാത്തിലെ ഷോർട്ട് കാണിച്ചത്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാ. പവർ ICൻ്റെ ഏത് കാലിനാ പോകുന്നതെന്ന് നോക്കിയേ. ഇതാ K1 L1. നേരെ അപ്പുറത്തെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇത് സൂം ചെയ്യുക. അതിന് ജസ്റ്റ് ഒന്നും കൂടി ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ ഏതെന്നുള്ളത് നമുക്ക് അറിയുക. K1 L1. എടെങ്കിൽ കാണുന്ന കേട്ടാ.
വോൾട്ടേജ് വരുന്ന ലൈനാണ് കേട്ടോ നോക്കണ്ടേ. ഇതിന് ആൻഡ് കേട്ടാ. ഇത് ഈ കപ്പാസിറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇത് പോയി ഇങ്ങനെ പോയി ഇവിടെ പോയി ഇതാ ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് പൊസിഷൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടുന്ന് വീണ്ടും നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇതാ എവിടുന്നാ വന്നത്? K1 L1. വേണ്ട വേണ്ട ആ ഒരു ഇന്ന് വരാൻ പറഞ്ഞിട്ടാണ്. K1 L1 വോൾട്ടേജ് എത്ര? ഐസ് മനസ്സിലായാ? എത്രാമത്തെ ലൈനിൽ നിന്നായി വോൾട്ടേജ് വരുന്നത്? VLDO 5. LDO 5 വോൾട്ടേജ് ആണ് അടുത്തേക്ക് വരുന്നത്. അത് തന്നെയാണോ? കൺഫേം ഒന്നും അല്ല കേട്ടാ. പോകുന്ന ട്രാക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പോകുന്ന ഔട്ട് ഇടുന്നതും കാണാൻ പറ്റും. ഇതാണ് 2.625 ആൻഡിലോട്ട് പോകുന്ന വോൾട്ടേജാണ്. അപ്പോൾ അത് തന്നെയാണ് ഉള്ളതാണ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. അതെന്ത് ചെയ്യണം? മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഷോർട്ട് ഉണ്ടായില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം ആ ലൈന്. സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഓക്കെ. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് സൂം ചെയ്യുക. ഈ മേലെ കാണുന്ന കപ്പാസിറ്ററാണ് ഇതിന് ആൻഡ് ഇതിൻ്റെ മേലെ കാണുന്ന കപ്പാസിറ്ററാണ് അല്ല. അവിടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഷോർട്ട് ഉണ്ടായില്ലേ ചെക്ക് ചെയ്താൽ മതി. വേറെ ഒന്നും നോക്കണ്ട. ഇവിടെ ഷോർട്ട് കിട്ടിയാൽ പണി എളുപ്പമായി കേട്ടാ. എന്താണ്ടാ ഇത് പൊക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ. വേടാ ഇത് വാട്ടർ ഡാമേജാ? വെള്ളം ഉണ്ട് എടേ. ഇവിടെ ഒരു ഇത് വേണ്ട, ദ്രവിച്ച പോലെ ഉണ്ട് മൾട്ടിമീറ്റർ. ഷോർട്ട് ഉണ്ടാ? ഉണ്ട് ഇല്ലേ? ഉണ്ട്. ഇപ്പുറത്തെ അത് ഗ്രൗണ്ട് കേട്ടാ. ഇത് ഗ്രൗണ്ട്, അതിൻ്റെ ഇപ്പുറത്തെ പോസിറ്റീവ്. അവിടെ എന്താ ഉള്ളത്? രണ്ട് സൈഡും 0.002 ഷോർട്ടല്ല. ആ ഇനി എന്ത് ചെയ്താൽ മതി? ലൊക്കേഷൻ കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ജസ്റ്റ് റോ സിംപ്ലക്സ് ആഡ് ചെയ്യാം. കാരണം നമുക്ക് തെർമൽ ക്യാമറ എല്ലാം കൊണ്ടിട്ട് ഇനി വെക്കേണ്ട ആവശ്യം, കാരണം ലൊക്കേഷൻ കിട്ടി. ഇനി അടുത്തത് റോ സിംപ്ലക്സ് ആഡ് ചെയ്യാം കേട്ടാ. ഇതാ കാണുന്നുണ്ടല്ലോ. തെർമൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓണാക്കിയിട്ട് കൈ വെച്ച് നോക്കണം എവിടെയാണ് ഹീറ്റ് വരുന്നത് നോക്കണം. ആ എന്നിട്ട് ആ ഭാഗത്ത് മാത്രം റോസിന് ആഡ് ചെയ്താൽ മതി. തെർമൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മൊത്തം റോസിന് ഇട്ടിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിനേക്കാളും നല്ലത് കൈ വെച്ച് നോക്കാം. ആദ്യം നല്ല ഹീറ്റാണ് പൊസിഷൻ എവിടെ നോക്കാം. ചിലപ്പോൾ ചെറിയൊരു ഹീറ്റ് ആയിരിക്കും വരുന്നത്. കൈ കൊണ്ട് ഹീറ്റ് കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് നോക്കിയാൽ മതി. കാരണം ഇവിടെ ഹീറ്റ് പെട്ടെന്ന് തട്ടും. എവിടെയാണ് ഹീറ്റ് കൂടുതൽ വരുന്നത് നോക്കിയതിന് ശേഷം ഹീറ്റ് വരുന്ന പൊസിഷനിൽ മാത്രം റോസിന് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി എന്താ ചെയ്യുക? സെറ്റ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ബാക്ക് സൈഡാണ് ഉള്ളത്. നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? ഇവിടെയാണ് ഓൺ ഓഫ് കീ ഉള്ളത് അല്ല. ഇതാണ് ഓൺ ഓഫ് കീ. ഇതിന് നേരെ ബാക്ക് സൈഡാണ് എന്തുള്ളത്? നമ്മളിപ്പോൾ ഷോർട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്ന് നമുക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റോസിന് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓൺ ആക്കുക, അപ്പ് ആൻഡ് ഓഫ് ചെയ്യുക. അപ്പോൾ ഏത് കപ്പാസിറ്ററാണ് മൾട്ടായനുള്ളത് അറിയാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ DC പവർ സപ്ലൈയിൽ എന്ത് ചെയ്യുക?
2.6 വോൾട്ടേജ് സെറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്താൽ മതി. എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഇഞ്ചെക്ട് ചെയ്തിട്ട് കാണിക്കണ, ഇഞ്ചെക്ട് ചെയ്ത് കാണിച്ചാൽ മതിയല്ലോ അല്ലേ? ഇതാ ഇത് കാണിക്കാം. ഡി സിയിൽ നമ്മൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് സെറ്റ് ചെയ്യാം. വോൾട്ടേജ് എത്ര വരുന്നത്? 2.6 വോൾട്ടേജ് ആണ്. അപ്പോൾ 2.5 കൊടുത്താൽ മതി, അങ്ങനെ ഫുള്ള് കൊടുക്കണമെന്നില്ല. ഓക്കെ അല്ല? 2.5 ആയില്ലേ? ആംബിയർ നമ്മൾ എത്രയാണ് കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ? 500 കൊടുത്തിട്ടുള്ളത്. എന്താ ചെയ്യുക? ഒരു 1500 ഈറ്റ് കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ മാത്രം കൂട്ടി കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 1000 കൊടുത്താലും മതി, 1500. ഓക്കെ, സെറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്താൽ അറിഞ്ഞാൽ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ഉണ്ടല്ലോ. ഇതിങ്ങനെ ചെയ്യാം. അതിനുള്ള എന്നാൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് ഉണ്ടാവും. ബ്ലേഡ് ഇതിൽ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം. പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം. നെഗറ്റീവ് വേറെ ഇടം കൊടുത്താലും മതി. അതിൽ ആദ്യം എന്ത് ചെയ്യണം? റോഷൻ ഫ്ലെക്സ് ആഡ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് വോൾട്ടേജ് ആണ് ഷോർട്ട് നോക്കിയിട്ട് ആ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് നമ്മൾ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. റോസിൻ ആഡ് ചെയ്യാം. ഓക്കെ അല്ല? റോസിനെ ആഡ് ചെയ്ത് വോൾട്ടേജും സെറ്റ് ചെയ്ത് ഡി സി ഓൺ ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രൗണ്ട് ചെയ്യുക. എന്നിട്ട് നെഗറ്റീവ് ഉപയോഗിച്ചിട്ട് ആ പോയിന്റിൽ കേട്ടോ, പോസിറ്റീവിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. നെഗറ്റീവ് കൊടുത്ത് പോസിറ്റീവ് കാണുന്നുണ്ടോ? സ്ക്രീന് ക്ലിയർ അല്ല? ബ്ലർ ഇല്ലല്ലോ? ആംബിയർ എടുക്കുന്നുണ്ടോ? ഷോർട്ടായിട്ട് കാണിക്കുന്ന ഷോർട്ട് കിട്ടിയാ? ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം, അതാണ് ഷോർട്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ആ കപ്പാസിറ്റർ റിമൂവ് ചെയ്യുക. കപ്പാസിറ്ററിൻ്റെ അളവ്, സൈസ് എല്ലാം നോക്കുക. എത്രാമത്തെ കപ്പാസിറ്ററാണ് നോക്കിയാൽ? 1 2 3 4 5ാമത്തെ കപ്പാസിറ്ററാണ് ഇടുന്നത്. 1 2 3 4 5 ഇതാണ് കപ്പാസിറ്റർ. ഈ കാണുന്ന കപ്പാസിറ്ററാണ് 3051. ഇതിൻ്റെ വാല്യൂ എത്രയാണുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ക്ലിക്ക് ചെയ്യാം. എത്രയാ വാല്യൂ? 2.2 UF, 22 അല്ല, 2.2 UF, 6.3 വോൾട്ടേജ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് നമുക്ക് ഏത് ബോർഡിൽ നിന്ന് എടുക്കാം. ഇപ്പം നമ്മളെ കയ്യിൽ ഏത് ബോർഡ് ഉള്ളത്? iPhone 7 ഉണ്ടെങ്കിൽ 7, സാംപ്ലസിന് 7 പ്ലസ്, 6 ഉണ്ടെങ്കിൽ 6. എൻ്റെ ജസ്റ്റ് സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യാം. നിങ്ങളെ കയ്യിൽ ഏതാണുള്ളത് ഓപ്പൺ ചെയ്യാം. സോറി, എക്സിറ്റ്. നമ്മളതിൽ സാംപ്ലസ് ഉണ്ടെന്ന് വിചാരിച്ചോ. സാംപ്ലസ് കോൾകോം എടുക്കാം. ഏതാ ഉള്ളത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്റ്റിമാറ്റിക്കിൻ്റെ അകത്ത് പോയിട്ട് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ട, അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ വാല്യൂ മാത്രം കൊടുത്താൽ മതി. എല്ലാം കൊടുക്കണ്ട, ജസ്റ്റ് വാല്യൂ മാത്രം. 2.2 UF അടിച്ചു കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യാം. കപ്പാസിറ്റർ കിട്ടി. സെയിം വാല്യൂ, സെയിം വോൾട്ടേജ് അല്ലേ? 6.3 വോൾട്ടേജ് അല്ലേ? ഇനി കപ്പാസിറ്റർ ബോർഡിൽ ആഡ് ഉള്ളതിന് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സാധനം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ബോർഡിൽ അത് ആഡ് ഉള്ളതിനുള്ളത് കാണിച്ചു തരും. നമ്പർ കണ്ടില്ലേ? ഏതാ നമ്പർ വന്നതാ? ഇതാണ് കപ്പാസിറ്റർ. ജസ്റ്റ് അത് മാത്രം ഓപ്പൺ ചെയ്യുക. ബി സൈഡ് ലൊക്കേഷന് ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം.
എവിടെയുള്ള നാൻഡിൻ്റെ ആ ഭാഗത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് വീണ്ടും നെക്സ്റ്റ് അടിച്ചാൽ മതി കേട്ടോ. 2.2 UF വീണ്ടും സെർച്ച് ചെയ്യാം. അപ്പോൾ അടുത്തത് കിട്ടും. വീണ്ടും അടിക്കാം, അടുത്തത് കിട്ടും, വീണ്ടും അടിക്കാം. അപ്പോൾ അവിടെ ലൊക്കേഷൻ എളുപ്പത്തിൽ കിട്ടുന്ന എവിടെ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതാണതാ, വീണ്ടും ഇല്ലാണ്ട് വീണ്ടും അടിക്കാം. അങ്ങനെ നെക്സ്റ്റ് അടിച്ചാൽ നമുക്ക് എവിടുന്നാണോ കിട്ടുന്ന അവിടെ പോയിട്ട് എടുത്താൽ മതി. മനസ്സിലായാ? ഇപ്പോൾ ഉള്ളത് നാൻഡിൻ്റെ ആ സൈഡായിട്ടാണ് ഉള്ളതാ. നാൻഡ് നമ്മളെ നെറ്റ്വർക്ക് സെക്ഷനിലാണ് ഉള്ളത്. അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ട ഇതിൽ ഇതിൻ്റെ സൈസാണ്. ഇപ്പോൾ ഇതിൻ്റെ സൈസാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതാ. ഇതിൻ്റെ സൈസാണിത്. ഈ താഴെ കൊടുത്തിട്ടുള്ളത് കണ്ട 0201 എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സൈസാണ്. മറ്റതിൽ സൈസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കണം. കാരണം അതിൽ സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അഞ്ചാമത്തത് സൂം ഔട്ട് ഉണ്ടാ, സൈസ് കൊടുത്തിട്ടില്ല. ഏകദേശം കാണുമ്പോൾ ആ സൈസ് തന്നെ ഉണ്ട്. നമുക്ക് അതുപോലെ എടുത്തു വെക്കാം. സൈസിൽ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ചെറുതുണ്ടാവും, ചിലപ്പോൾ വലുതുണ്ടാവും. അതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ കപ്പാസിറ്റർ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യാം. കോൾ വരുന്ന അടയാ അല്ല, ഗ്ലൂ ഉണ്ട് കേട്ടോ. ഗ്ലൂ ഉണ്ടല്ലേ, ഗ്ലൂവിലാണ് ഉള്ളത് അത്. ഗ്ലൂ ആദ്യം ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. അടുത്തത് സെറ്റ് ഓൺ ആണെന്നുണ്ടോ നോക്കാം. എന്നിട്ടായിട്ട് കപ്പാസിറ്റർ വെക്കാം കേട്ടോ. ഓണമെന്നുണ്ടായി കേട്ടോ. സ്ലീപ്പ് മോഡ് നോക്കുക കേട്ടോ. സ്ലീപ്പ് മോഡ് നോക്ക്, ഫുള്ള് തന്നെ വെക്ക്. ക്യാമറ മേലെ സ്ലീപ്പ് മോഡ് നോക്കിയ ഓൺലൈൻ അല്ലല്ലേ. സ്ലീപ്പ് മോഡിൽ റീഡിങ് എത്ര നോക്കിയാൽ അത്? ആംബർ റീഡിങ് ബാറ്ററി ലോൺ ആക്കിനെ. ആ ഓക്കെ അല്ലേ, ഓണല്ലേ?